മോൻസിക്ക് രാത്രി ഉറക്കമില്ല. കാരണം അയാളുടെ ഭാര്യ തന്നെ. രാത്രിയാവുമ്പോൾ ഈ ഭാര്യ കാലും പൊക്കി വെച്ച് കാലിട്ടിങ്ങനെ ആട്ടി ആട്ടി ഒരുതരം വൃത്തികെട്ട ശബ്ദം ഉണ്ടാക്കുന്നതാണ് അയാൾ എന്നും കാണുന്നത്. ഒരു ഗൗളി ശബ്ദം പോലെ. ഗൗളി എന്ന് വെച്ച് അറിയാലോ, പല്ലി. ഇതിന്റെ കാരണം എന്തെന്ന് അയാളെ കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ചു. അതുകൊണ്ട് അയാൾക്ക് ഉറക്കമില്ല. പക്ഷെ അത് മോൻസി കണ്ടുപിടിച്ചത് നാട് മുഴുവൻ പടർന്ന ഒരു വാർത്തയായി. എല്ലാവരും പിന്നീട് സംഭവം അറിഞ്ഞ് തരിച്ചു നിന്നു. എന്തെന്നല്ലേ, നമുക്ക് ആ സംഭവത്തിലോട്ടൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. കാലൻ മോൻസിയെ തപ്പി പോലീസ് പരക്കം പായേണ്. ഒരിടത്തും ഇല്ല. കാലൻ മോൻസി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭീകരതയില്ലേ? അതാണ് മോൻസി. എല്ലാവർക്കും അയാളെ പേടിയാണ്. വെള്ളം അടിക്കുകയും കൂടെ ചെയ്താൽ പിന്നെ നോക്കണ്ട. കയ്യിൽ കിട്ടുന്നവരെ എല്ലാം തൂക്കി പറക്കി അടിക്കും. ചീത്ത വിളിച്ച് കണ്ണ് പൊട്ടിക്കും. അതുകൊണ്ട് അയാളുടെ നേർക്ക് നേരെ ഒന്നിനും ആരും പോവില്ല. ഒരുപാട് ക്രിമിനൽ കേസുകൾ ഈ മോൻസിയുടെ പേരിലുണ്ട്. കാലനെ പോലത്തെ രൂപവും. എന്തായാലും മോൻസിക്ക് വേണ്ടി പോലീസ് പുല്ലാട് ഗ്രാമം ഇങ്ങനെ വല വിരിച്ചിട്ടിരിക്കുകയാണ്. എപ്പോ വേണേലും വലയിൽ വീഴാം. നാട്ടുകാരും പോലീസിനൊപ്പം ഉണ്ട് ഈ അന്വേഷണത്തിൽ. അപ്പോഴുണ്ട് ഒരു നാട്ടുകാരൻ പറഞ്ഞു, സാറേ, ഇവൻ ഇവിടെ എങ്ങും തപ്പിയിട്ട് കാര്യമില്ല. ഇവൻ എന്തായാലും അവിടെ തന്നെ കാണും. എവിടെ? ആ ശ്മശാനത്തിൽ. അവൻ്റെ പേരെ കാലൻ മോൻസി എന്നല്ലേ? കാലൻ എന്ന് വെച്ചാൽ മരണം. അവ അവിടെ തന്നെ കാണും സാറേ. ആരും ആ സമയത്ത് ഒന്നും മടിക്കുന്ന സ്ഥലമാണ് ശ്മശാനം എന്ന് വെച്ചാൽ. പക്ഷെ ഇവിടെ പോലീസിന് പോകാതിരിക്കാൻ പറ്റില്ല. കാരണം രാത്രി തന്നെ മോൻസിയെ കിട്ടണം. പോലീസ് പിന്നെ ഒന്നും നോക്കിയില്ല. നാട്ടുകാരൻ പറഞ്ഞ ശ്മശാനത്തിലേക്ക് നേരെ വിടുകയാണ്. ദൂരെ നിന്നും ശ്മശാനത്തിൽ ഒരു ചുമന്ന വെട്ടം മാത്രം ഇങ്ങനെ കാണുകയാണ് പോലീസ്. കുറച്ചുകൂടി അടുത്ത് ചെന്നപ്പോഴാണ് അത് കാണുന്നത്. ഏതോ ഒരു ശവക്കല്ലറയുടെ മേളിലിരുന്ന് ഒരാൾ സിഗരറ്റ് വലിക്കുന്നു. അതാണ് കാലൻ മോൻസി. പോലീസ് പിടിക്കാനായിട്ട് ചെന്നതും മോൻസി തിരിഞ്ഞു നോക്കിയിട്ട് പതറാതെ അവിടെ തന്നെ ഇരുന്ന് സിഗരറ്റ് വലിച്ചു. കാരണം അയാൾക്കറിയാം, എത്ര ഒളിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ താൻ പിടിക്കപ്പെടുമെന്ന്. അമ്മാതിരി ചെയ്ത്താണ് അവൻ ആ പുല്ലാട് ഗ്രാമത്തിൽ ചെയ്തു വച്ചിരിക്കുന്നത്. പോലീസ് ഇയാളെ വലിയ പരാക്രമം ഒന്നും നടത്താതെ തന്നെ പിടികൂടി. ഇനി എന്തിനാണ് ഈ കാലൻ മോൻസിയെ പോലീസ് ഈ രാത്രി തന്നെ വല വിരിച്ച് പിടിച്ചതെന്ന് പറയാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് വർഷം പിറകിലോട്ട് പോകണം. ഈ മോൻസിക്ക് ഒരു ഉറ്റ സുഹൃത്തുണ്ടായിരുന്നു. അയാളാണ് പ്രദീപ്. ഒരാൾക്ക് വേണ്ടി ഒരാൾ ചാവാൻ പോലും റെഡിയാണ്. അങ്ങനത്തെ ഒരു സുഹൃത്ത് ബന്ധമാണ് ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത്. പ്രദീപിന് കൂലിപ്പണിയും മോൻസിക്ക് പുല്ലാട് ജംഗ്ഷനിൽ പച്ചക്കറി കച്ചവടമാണ്. മോൻസിക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. പക്ഷെ പ്രദീപ് ബാച്ചിലറാണ്. പെണ്ണും പിടക്കോഴിയും ഒന്നുമില്ല. അങ്ങനെ മുന്നോട്ട് പോകവേ പ്രദീപിൻ്റെ മോൻസി എപ്പോൾ പിന്നെ കണ്ടാലും അയാൾ ബിസിയാണ്. ഫോൺ വിളിയോട് ഫോൺ വിളി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഫോണ് വരുന്നതും മോൻസിയുടെ അടുത്ത് നിൽക്കുന്ന പ്രദീപ് എഴുന്നേറ്റ് മാറി നിന്ന് അടക്കി പിടിച്ച് കുനുകുനാന്ന് സംസാരിക്കുന്നത് കാണാം. ഇവൻ ഇത് ആരെടുത്ത് ഈ മണിക്കൂർ കണക്ക് വർത്താനം പറയുന്നു? വല്ല ലൈനും ഒത്തിട്ടുണ്ട് കാണും. എന്നാലും എൻ്റെ അടുത്ത് നിന്നും ഇവൻ എന്തിനൊളിക്കണം? ചിലപ്പോൾ എല്ലാം തീരുമാനമായിട്ട് പറയാനിരിക്കുകയായിരിക്കും. വരട്ട്. ഇങ്ങനെയൊക്കെയാണ് മോൻസി ചിന്തിക്കുന്നത്. ഒരു ദിവസം കച്ചവടവും കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്ന മോൻസി കാണുന്നത് ഭാര്യ ഹാളിൽ കിടന്ന് ഫോണിൽ ഇങ്ങനെ കുത്തി കുത്തി എന്തൊക്കെയോ ചെയ്യുകയാണ്. ചിരിക്കുന്നുണ്ട്. ഒരു ബഹളം തന്നെ. ഭർത്താവ് വന്നതുപോലും അവൾ അറിയുന്നില്ല. മോൻസി അതൊന്നും കാര്യമാക്കിയില്ല. എന്തോ രസം പിടിച്ചിരിക്കുകയാണ്, അത്രയേ അയാൾക്ക് തോന്നിയുള്ളൂ. ഇത് പിന്നെ നിത്യവുമായി. രാത്രിയും കാണുകയാണ് ഈ ഒരു കാഴ്ച. രാത്രിയാവുമ്പോൾ ഇവള് ഹാളിൽ പോയി സോഫയിൽ കിടന്ന് കാലിന്മേ കാലൊക്കെ പൊക്കി വെച്ച് കാലിങ്ങനെ ആട്ടി ആട്ടി ഫോൺ ഉപയോഗിക്കുന്നത് കാണാം. അതെല്ലാം പോട്ട് ഒരുമാതിരി ഗൗളിയുടെ ശബ്ദം ഉണ്ടാക്കലും, അതായത് ചറപറ ചറപറ ഉമ്മം വയ്ക്കലാണ് ഫോണിൽ. പകലാണെങ്കിലോ ഫോണ് താഴെ വയ്ക്കൂല. ഫോൺ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം ഒരു ശരാശരി ബുദ്ധിയുള്ള ഭർത്താവിന് മനസ്സിലാക്കാൻ പറ്റുന്നത് മോൻസിക്കും മനസ്സിലായി. തൻ്റെ ഭാര്യയ്ക്ക് ഉണ്ട് ഒരു ജാരൻ. ആരവൻ? ഇവൾ അവനോടാണോ ഈ സംസാരിക്കുന്നതും അവനാണോ ഈ ഉമ്മം കൊടുക്കുന്നതും? അയാളുടെ തല മുഴുവൻ ചൂട് കയറി. അയാൾ ഇങ്ങനെ നടക്കുകയാണ് ഇതെന്തെന്നറിയാൻ. ഒരു ദിവസം ഈ മണ്ടിയായ ഭാര്യ ഭർത്താവ് കച്ചവടത്തിന് പോയപ്പോൾ ഇനി വൈകുന്നേരമല്ലേ വരികയുള്ളൂ എന്ന വിചാരത്തിൽ ഫോൺ മേശപ്പുറത്ത് വെച്ച് കുളിക്കാൻ പോയി. മോൻസി ആ നേരത്തെ വീട്ടിൽ വന്നു. അയാൾ നോക്കുമ്പോൾ താൻ കൈക്കലാക്കാൻ കൊതിച്ച സാധനം അതാ മേശപ്പുറത്ത്.
ഒട്ടും വൈകിയില്ല. അയാൾ ആ ഫോണിനെടുത്ത് അങ്ങോട്ട് തോണ്ടാൻ തുടങ്ങി. അപ്പോഴുണ്ട് ഭാര്യ കൂടുതലും വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും ഭാര്യയെ തിരിച്ച് വിളിക്കുന്നതും എല്ലാം ഒരു പേരിലുള്ള ആളിനെയാണ്. ആ പേരിങ്ങനെയാണ്, പ്രയേട്ടൻ. പ്രയേട്ടനാ? അതേ അവൻ. അയാൾ ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ്. എന്തായാലും ആ പ്രയേട്ടൻ്റെ നമ്പർ എടുത്ത് സ്വന്തം മൊബൈലിൽ അടിച്ചു നോക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് മോൻസി ആ വിരുദ്ധനെ അറിയുന്നത്. അത് തൻ്റെ ഉറ്റ ചങ്ങാതി പ്രദീപ് എന്ന പ്രയേട്ടനാണ്. മോൻസി പ്രദീപിനെ കാണാൻ തന്നെ തീരുമാനിച്ചു. പ്രദീപിൽ നിന്നും സത്യം അറിയണമല്ലോ. പ്രദീപ് താമസിക്കുന്നത് ഒരു ഒറ്റമുറി വീട്ടിലാണ്. അയാളുടെ അമ്മ തൊട്ടടുത്തുള്ള അവരുടെ സഹോദരിയുടെ വീട്ടിലാണ്. മോൻസി പ്രദീപിനെ കാത്ത് പ്രദീപിൻ്റെ വീടിൻ്റെ പിറകു വശത്ത് ഒളിച്ചിരുന്നു. ഈ വീടിൻ്റെ മുൻവശത്ത് പുഞ്ചപ്പാടമാണ്. അതങ്ങ് ഏക്കർ കണക്ക് പരന്നടിച്ച് കിടക്കുകയാണ്. അതിങ്ങനെ കാടൊക്കെ പിടിച്ചാണ് കിടക്കുന്നത്. പ്രദീപ് ജോലിയും കഴിഞ്ഞ് വീടെത്തി. സത്യം അറിയാൻ തൻ്റെ കൂട്ടുകാരൻ വീടിൻ്റെ പിന്നാമ്പുറത്തുള്ളത് അയാൾ അറിയുന്നില്ല. നേരെ വീട്ടിൽ കയറിയ പ്രദീപ് ഫോൺ ഓണാക്കി സ്പീക്കറിലിട്ട് ഡ്രസ്സ് മാറ്റുകയാണ്. ആ സ്പീക്കറിൽ കൂടി കേൾക്കുന്ന സ്വരം കേട്ട് മോൻസി അമ്പരന്നു. തൻ്റെ ഭാര്യ. പിന്നെ പറയാതിരിക്കുകയാണ് നല്ലത്. ഭാര്യയുടെ കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരവും ഗൗളി ചിലയ്ക്കുന്ന ശബ്ദവും ഒക്കെ കേട്ടിട്ട് മോൻസി ശരിക്കും ഒരു കാലം തന്നെയായി. പക്ഷെ അയാൾ ഉള്ളിലുള്ള കാലിനെ തൽക്കാലം അങ്ങ് അടക്കി. പിന്നീട് അയാൾ അവിടെ നിന്നും മിണ്ടാതെ പോവുകയാണ്. ഭാര്യയോടും പോയി ഒന്നും ചോദിക്കുന്നില്ല. കാര്യങ്ങളൊക്കെ വ്യക്തം. കൂട്ടുകാരനും ഭാര്യയും തമ്മിൽ അവിഹിതം. ശരിക്കും ഇതിൽ മോൻസി ഒരു പരിധിവരെ തെറ്റുകാരനാണ്. കാരണം ഇയാളുടെ സ്വഭാവം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ഥിരം മദ്യപാനിയാണ്. വെള്ളം അടിച്ചുകൊണ്ട് വന്ന് ഭാര്യയും മക്കളെയും ഒക്കെ എടുത്തിട്ട് തല്ലും. എന്നാൽ വീട് അന്വേഷിക്കുമോ? അതുമില്ല. കിട്ടണത് മുഴുവൻ ഇളങ്ങ് തീർക്കും. ഒരു സ്നേഹത്തോടെ നാളെ ഇതുവരെ അയാൾ ഭാര്യയോടും മക്കളോടും ഒന്നും മിണ്ടിയിട്ട് പോലുമില്ല. ആ ഒരു ഗ്യാപ്പിലാണ് പ്രദീപ് പ്രവേശിക്കുന്നത്. മോൻസി ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ആ ഭാര്യയ്ക്കും മക്കൾക്കും ചെയ്തു കൊടുത്തിരുന്നത് പ്രദീപാണ്. മോൻസി അറിയാതെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രദീപ് മറ്റൊരു വിവാഹ ജീവിതത്തിലോട്ട് പോകാൻ ആ മോൻസിയുടെ ഭാര്യ സമ്മതിക്കുകയില്ല. കാരണം അവൾക്ക് എന്തിനും ഏതിനും പ്രദീപാണ് ഒരു കൈത്താങ്ങ്. സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ മോൻസി പിന്നീട് ചെയ്തത് കൊല്ലൻ്റെ ആലയിൽ ചെന്ന് ഒരു വെട്ടുകത്തിക്ക് ഓർഡർ കൊടുക്കുകയാണ്. അങ്ങനെ വെട്ടുകത്തിയൊക്കെ മിനുക്കി വാങ്ങി പ്രദീപിൻ്റെ വീടിൻ്റെ ഒരു സൈഡിൽ ഇയാൾ കാത്തിരുന്നു. അന്ന് പതിവ് പോലെ ജോലിയും കഴിഞ്ഞ് പ്രദീപ് വരികയാണ്. അയാൾ വീട്ടിൽ കയറി കുളി കഴിഞ്ഞ് ചോറും കഴിച്ച് മുറ്റത്തൊരു ചെറിയ ബെഞ്ച് ഇട്ടിട്ടുണ്ട്. അതിൽ കയറിയിരുന്ന് ഫോണിൽ അങ്ങോട്ട് സ്പീക്കർ ഓണാക്കി വർത്തമാനം പറയാൻ തുടങ്ങി. ഇയാൾ ഈ ഫോൺ സ്പീക്കർ ഇടുന്നത് എന്തെന്ന് വെച്ചാൽ വീട്ടിൽ അമ്മയില്ല, പിന്നെ ഇതൊന്നും ശ്രദ്ധിക്കാനായിട്ട് അയൽവക്കത്തൊന്നും അങ്ങനെ ആരുമില്ല. ഈ ഒരു ധൈര്യത്തിലാണ്. അങ്ങനെ ഫോണിൽ അവളുടെ സംസാരവും തിരിച്ച് പ്രദീപ് കൊടുക്കുന്ന മറുപടികളും എല്ലാം കേട്ട് മോൻസി ഇങ്ങനെ സകല കൺട്രോളും വിട്ട് നിൽക്കുകയാണ്. ഇയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇയാൾ ചാടി എഴുന്നേറ്റ് പിന്നാലെ വന്ന് പ്രദീപിനെ ഒരൊറ്റ വെട്ടാണ് തലയിൽ. 2 വെട്ട് കിട്ടിയ പ്രദീപ് നേരെ പുഞ്ചപ്പാടത്തു കൂടി ഓടി. പിന്നാലെ ഓടി മോൻസി. പുഞ്ചപ്പാടത്തിട്ട് വീണ്ടും പ്രദീപിനെ മോൻസി തലങ്ങും വിലങ്ങും വെട്ടി. ശേഷം പാടത്ത് വീണ പ്രദീപിനെ ആ പാടത്തിലേക്ക് തലയോടെ ചവിട്ടി താഴ്ത്തി. എന്നിട്ട് പ്രദീപിൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് കയറിയിരുന്ന് ഇയാൾ ആർത്തട്ടഹസിച്ച് ചിരിക്കുകയാണ്. അത്രയ്ക്ക് സന്തോഷമുണ്ട് അയാൾക്ക്, തന്നെ ചതിച്ച കൂട്ടുകാരനെ തട്ടിയതിലുള്ള സന്തോഷം. പക്ഷേ ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുള്ളത് അപ്പോഴാണ് മോൻസി ഓർമ്മിക്കുന്നത്. ഇവനൊപ്പം തുല്യമായി തെറ്റ് ചെയ്തവളാണ് തൻ്റെ ഭാര്യ. അവളെയും തട്ടണം, എങ്കിലേ തൻ്റെ സന്തോഷത്തിന് പൂർണ്ണത കിട്ടൂ. അയാൾ വച്ച് താമസിപ്പിച്ചില്ല, നേരെ വീട്ടിലേക്ക് ഓടി. എന്നാൽ ആ ഭാര്യ ചെയ്തത് മോൻസി പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. ഈ സ്പീക്കർ വഴി അവിടെ നടന്നതെല്ലാം അവൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഭർത്താവ് തന്നെ തേടി വരുമെന്നറിഞ്ഞ് അവൾ നാട്ടുകാരോട് എല്ലാം അയാൾ പ്രദീപിനെ കൊന്നുവെന്നും അറിയിച്ചു. മോൻസി ചാടിത്തുള്ളി ഭാര്യയെ തീർക്കാൻ വന്നപ്പോൾ ഇത് മനസ്സിലാക്കിയ നാട്ടുകാർ തന്നെ ഇങ്ങനെ അവനെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ അയാൾ ചെയ്തത് ആ ശ്മശാനത്ത് പോയി ഇരുന്ന് സിഗരറ്റ് വലിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ പ്രദീപും കുറ്റക്കാരനാണ്. ഒന്നാമത് അയാൾ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലാത്ത ഒരാളാണ്. രണ്ടാമത് സ്വന്തം കൂട്ടുകാരൻ്റെ ഭാര്യയോട് തന്നെ അയാൾ ഇത് ചെയ്തു. ഇതാണ് പണ്ടുള്ളവർ പറയുന്നത്, താൻ ഇരിക്കേണ്ടടുത്ത് താൻ ഇരുന്നില്ലെങ്കിൽ അവിടെ നായ കയറിയിരിക്കുമെന്ന്.
ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ ഇത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. ഈ സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.